ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് നമ്മുടെ വയലിലുള്ള കൈസ മോട്ടേഴ്സിലാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ടൈറ്റിൽ റീഡ് ചെയ്തതാണ്. നമ്മുടെ പുതിയ റോയൽ എൻഫീൽഡ് 100 കുറച്ച് മാറ്റങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അതായത് യൂസറിൻ്റെ ഫീഡ്ബാക്ക് എടുത്ത്, കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് എടുത്തിട്ട് വണ്ടി കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് കസ്റ്റമറെ സംബന്ധിച്ചോളം വളരെ പോസിറ്റീവാണ്. കുറച്ച് മാറ്റങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് പഴയ 100 ത്രിഫ്റ്റിലേക്ക് റെട്രോഫിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നേരെ തന്നെ മാറ്റങ്ങളിലേക്ക് കിടക്കാം. കാരണം ഓൾമോസ്റ്റ് ഒട്ടുമിക്ക എല്ലാവർക്കും വണ്ടിനെ പറ്റി അറിയാം. ഫസ്റ്റ് എന്ന് പറയുന്നത് വണ്ടിയുടെ ഒരു ഹെഡ്ലൈറ്റ് ആണ്. പ്രീവിയസ്ലി ഹാലജൻ ആയിരുന്നു, അത് മാറ്റിയിട്ട് LED ഹെഡ്ലൈറ്റ് ആയിട്ടാണ് നമ്മുടെ റോയൽ എൻഫീൽഡിൽ കണ്ടിരുന്നത്. അതായത് ഹിമാലയൻ, ഗോർല, പുതിയ ക്ലാസ് 350 അങ്ങനെ എല്ലാ വണ്ടിയിലും കണ്ടുവരുന്ന എക്സാക്ട് സെയിം ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റാണ് ഇപ്പോൾ വരുന്നത്. എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കാണുന്ന ലുക്കേ ഉള്ളൂ, പ്രകാശമില്ല. ഐ പ്രിഫർ ദി ഓൾഡ് ഹാലജൻ വൺ. ബട്ട് വിഷ്വലി നോക്കുവാണെങ്കിൽ ഈ ഒരു LED ഹെഡ്ലൈറ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. എസ്പെഷ്യലി നിർത്തിയിടുമ്പോഴാണെങ്കിലും ഈ ഉള്ളിലത്തെ ആറിയുടെ ഇൻലൈസ് ആണെങ്കിലും നല്ല രസമുണ്ട് മൊത്തത്തിൽ ഡിസൈനായിട്ട്. രണ്ട് എന്ന് പറയുന്നത് വണ്ടിയുടെ സസ്പെൻഷൻ ആണ്. ആ ഒരു പഴയ പാറപ്പുറം സസ്പെൻഷനൊക്കെ മാറിയിട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഉറക്കെ കരയുമെന്നൊക്കെ പറയില്ല, അതുപോലെയാണ്. അനങ്ങില്ല, എത്ര കയറിയിരുന്നാലും അങ്ങനെ സസ്പെൻഷൻ ആയിരുന്നു. അതിൽ ലീനിയർ സ്പ്രിംഗ് ആയിരുന്നു, അത് മാറ്റിയിട്ട് പ്രോഗ്രസ് സ്പ്രിംഗ് ആയിട്ട് കുറച്ചും കൂടി ബെറ്റർ സസ്പെൻഷൻ ആണ്. ഇപ്പോൾ അഡ്ജസ്റ്റബിലിറ്റി ആളൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചിട്ട് സസ്പെൻഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത് വേണമെങ്കിൽ നമുക്ക് പഴയ 100ലേക്ക് റെട്രോഫിറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ റോയൽ എൻഫീൽഡ് ചോദിച്ചു, അപ്പോൾ അവർ പറഞ്ഞു പഴയ ഓണേഴ്സിന് വേണമെങ്കിൽ ഇവിടെ വന്ന് മേടിച്ച് റെട്രോഫിറ്റ് ചെയ്യാവുന്നതാണ്. സോ അത് നല്ലൊരു കാര്യമാണ്. അങ്ങനെ പഴയത് മനസ്സിലാകാണ്, എസ്പെഷ്യലി ലോങ് റൈഡൊക്കെ പോകുമ്പോൾ പുറം മേൻ എടുക്കുക, അങ്ങനത്തെ സസ്പെൻഷൻ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസിൽ ചെറിയൊരു മാറ്റമുണ്ട്. നേരത്തെ 153 ഇപ്പോൾ 160 ആയിട്ടുണ്ട്. അതായത് 1 സെന്റിമീറ്റർ എന്തോ കൂടി. അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഈ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് അവർ പറയുന്നത് 1 സെന്റിമീറ്റർ കൂടി എന്ന് പറയുന്നത്. അല്ലാണ്ട് വിഷ്വലി നിങ്ങൾ ഇതും പഴയത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ യാതൊരു വ്യത്യാസം തോന്നില്ല. പിന്നത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് മെക്കാനിക്കലാണ്. വണ്ടിക്ക് ഇപ്പോൾ സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. യെസ്, ദ ഫസ്റ്റ് J സീരീസ് എഞ്ചിൻ, മോട്ടോർ സൈക്കിൾ ടു ഫീച്ചർ ദി സ്ലിപ്പർ ക്ലച്ച്. കൂടാണ്ട് തന്നെ ഇത് ക്ലാസിക്കിലേക്കും പിന്നെ മീറ്റിയോറിലേക്കും മറ്റ് 350cc എനിക്ക് തോന്നുന്നു സ്റ്റാൻഡിൽ വരാൻ ചാൻസ് ഇല്ല, ബാക്കി രണ്ടിലും വരാൻ നല്ല ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യം മീറ്റിയോറിൽ വരാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ആണ്. സോ ഒരു സ്ലിപ്പർ ക്ലച്ച് അതിനകത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. പ്രീവിയസ് ഓണേഴ്സിട്ട് ചോദിച്ചാൽ മതി, ഈ സാധനം ഇട്ടിട്ട് ഹെവി ട്രാഫിക്കിലൊക്കെ ഓടിക്കുമ്പോണ്ടല്ലോ ക്ലച്ച് ഫുള്ള് ഭയങ്കര ടോർച്ചറായിരുന്നു. ഇപ്പോൾ നോക്കി വളരെ ലൈറ്റായിട്ടാണ് കേട്ടോ, എടുത്ത് പറയണം. ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു R15 അല്ലെങ്കിൽ ബജാജിൻ്റെ വണ്ടി ആ ഒരു ലെവൽ ലൈറ്റസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് സൂപ്പർ ലൈറ്റ് എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, പിന്നത്തെ ഒരു മാറ്റം നിങ്ങൾ കണ്ടു വേണം, ഈ ഹാൻഡിൽ ബാർ കുറച്ച് വിയർഡാണ്. ഞാൻ വിചാരിച്ചു ഇതൊരു പുതിയ യൂണിറ്റ് അൺലോഡ് ചെയ്തപ്പോൾ ഹാൻഡിൽ വളഞ്ഞു പോയിരിക്കുന്നു. അല്ല, പുതിയ റോയൽ എൻഫീൽഡ് 100ന് ഹാൻഡിൽ കുറച്ചും കൂടി ഇങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, കുറച്ചും കൂടി എന്നെ ഫേസ് ചെയ്തിരിക്കുന്ന ഹാൻഡിലാണ്. സോ പിന്നത്തെ ഒരു വ്യത്യാസം, പുതിയ 3 കളേഴ്സാണ്. വൈറ്റ് ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് അവർ പുതിയ വിളിക്കുകയാണ്. അതാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. ഇതിനവർ ടോക്കിയോ ബ്ലാക്ക് എന്നാണ് വിളിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. ശരിക്കും നിങ്ങൾക്ക് ഒരു ആനിമേ വൈബൊക്കെ തരുന്നുണ്ട് കേട്ടോ ഈ ഒരു വിനൈൽസൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അതുകൂടാണ്ട് തന്നെ ലണ്ടൻ റെഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കളറുണ്ട്, റിയോ വൈറ്റോ അങ്ങനെ ഒരു കളറുണ്ട്. ഈ റിയോ വൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഡാപ്പറിലാണ് വരുന്നത്. ഓക്കെ, അതും കൂടി ഞാൻ പറഞ്ഞുതരാം. വണ്ടിക്ക് ആക്ച്വലി 2 മെയിൻ വേരിയൻ്റ് ഉള്ളത്, പിന്നെ 2 കളർ വേരിയൻ്റ് ഉണ്ട്. ഒന്ന് റെട്രോയും മെട്രോയും. റെട്രോ എന്ന് പറയുന്നത് സ്പോക്ക് വീല്, ട്യൂബുള്ള ടയർ, പിന്നെ ബാക്കിൽ 110 സെക്ഷൻ ടയറായിരിക്കും, സിംഗിൾ ചാനൽ ABS, സ്വിച്ച് ഗിയറൊക്കെ ഓൾഡ് സ്കൂളാണ്. ഈ ട്രിപ്പർ ഉണ്ടാവില്ല. പിന്നെ അതിനിപ്പോഴും സ്റ്റിൽ ഹാലജനാണ് വരുന്നത്. ബട്ട് അതിനും നമുക്ക് സസ്പെൻഷൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ചും കൂടി കോസ്റ്റ് കട്ട് ചെയ്തൊരു വേർഷനാണ്. അതിൻ്റെ ഒരു ഗ്രാബറിലെ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഭയങ്കര കോസ്റ്റ് കട്ട് ചെയ്തൊരു വേർഷനാണ്. അതിന് ഇൻഡിക്കേറ്ററൊക്കെ വ്യത്യാസമുണ്ട്, ബോക്സ് ടൈപ്പാണ്. സോ അതാണ് റെട്രോ എന്ന് പറയുന്നത്. അതിന് 1,49,000 എക്സ്ഷോറും വരുന്നത്. അതിപ്പോഴും കൂടിയിട്ടില്ല, അങ്ങനെ തന്നെ നിൽക്കുവാണ്. പിന്നെ അതിൻ്റെ മേലാണ് മെട്രോ എന്ന വേരിയൻറ്റ് വരുന്നത്. മെട്രോ ഇതാണ്, ഈ കാണുന്നതാണ്. ഈ ഒരു 140 സെക്ഷൻ ടയർ, ഇവിടെ ട്യൂബ്ലെസ് അലോയ് വീൽസ്, പിന്നെ എന്നാ പറയുക ഈ ഒരു റോട്ടറി ടൈപ്പ് സ്വിച്ച് ഗിയേഴ്സ്. പിന്നെ ഇപ്പോൾ മെട്രോയിലെല്ലാത്തിലും നമുക്ക് ട്രിപ്പർ നാവിഗേഷൻ ആസ് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഇത് ഓപ്ഷണലായിട്ട് കയറ്റിയേക്കണല്ല, ഇത് സ്റ്റാൻഡേർഡ് ആണ്. ഈ മെട്രോയിൽ തന്നെ കളർ വൈസ് 2 ടൈപ്പ് ഉണ്ട്, ഒന്ന് ഡാപ്പറും ഒന്ന് റെബലും. ഈ ഡാപ്പറിലാണ് നമുക്ക് റിയോ വൈറ്റ്, അതുകൂടാണ്ട് തന്നെ ഒരു സിൽവർ കളറും കൂടി ഉണ്ട്, ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് ഡാപ്പറിൽ വരുന്നത്. പിന്നെ ടോപ്പ് വേരിയൻ്റ് എന്ന് പറയുന്നത് റെബലാണ്. റെബൽ സീരീസിലാണ് നമുക്ക് റെബൽ ബ്ലൂ, പിന്നെ ലണ്ടൻ റെഡ്, അത് കൂടാണ്ട് ഒരു കളറും കൂടി ഉണ്ട്. ഞാൻ ഫയൽ കിട്ടിയില്ലല്ലോ, എന്താ ഇത് കളർ? യെസ്, ഈ കളർ, സോറി, ടോക്കിയോ ബ്ലാക്ക് എന്നുള്ള ഈ 3 കളേഴ്സുമാണ് ടോപ്പിൽ വരുന്നത്. നമുക്ക് ടോപ്പ് മോഡലും ട്രിപ്പർ ആസ് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്, വിച്ച് ഇസ് റിയലി നൈസ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മെട്രോ തന്നെ ചൂസ് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഒരു ഡാപ്പറെങ്കിലും ചൂസ് ചെയ്യുക. ഇതിൻ്റെ പ്രൈസും കൂടിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഏകദേശം 7,000 രൂപയോളം ഹൈക്ക് വന്നിട്ടുണ്ട്. ഐ തിങ്ക് ദാറ്റ് ഈസ് റീസണബിൾ കൺസിഡറിങ് സ്ലിപ്പർ ക്ലച്ച്, ബെറ്റർ സസ്പെൻഷൻ, LED ഹെഡ്ലൈറ്റ് ആൻഡ് ആ ട്രിപ്പർ കൂടി വെച്ച് നോക്കുമ്പോഴത്തേക്കും 7,000 എനിക്ക് റീസണബിൾ ആയിട്ടാണ് തോന്നിയത്. സോ നമുക്ക് ഇനി പ്രൈസ് 3 ഇടത്തിലാണ്. ഇവരാണെങ്കിൽ 1,49 ഫോർ റെട്രോ, ആൻഡ് ഐ തിങ്ക് ദിസ് ഈസ് സെല്ലിംഗ് അറൌണ്ട് ഫോർ 1.76 എക്സ്ഷോറും, ആൻഡ് ദി റെബൽ വിൽ കോസ്റ്റ് യു അറൌണ്ട് 1.84 ഓർ സംതിങ്. ഞാൻ കറക്റ്റായിട്ട്
ഇവിടെ ഇടാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഓൺ റോഡ് ഫിനാൻസ് ഡീറ്റെയിൽസ്, ഡൗൺ പേയ്മെൻറ്റ്, അങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും ഞാൻ ഇവിടെ ഇടയ്ക്ക് അവസാനം ഇടാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. വൈറ്റിലുള്ള കൈസ മോട്ടോഴ്സിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് ഹണ്ടറിൻ്റെ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് വണ്ടി ഞാൻ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം. വണ്ടി എന്താ പറയുക, റോയൽ എൻഫീൽഡിൻ്റെ എൻട്രി ലെവൽ വണ്ടിയാണ്. നിങ്ങളൊരു റോയൽ എൻഫീൽഡ് ആഗ്രഹിക്കുന്നുണ്ട്, അതൊരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് റോയൽ എൻഫീൽഡ് മെയിൻലി സിറ്റിക്കാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സാധനമാണ് ഈ ഒരു ഹണ്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയാനുള്ളത് ഇതിൻ്റെ ഒരു ഫിസിക്കലി ഉള്ള ഒരു സൈസാണ്. നിങ്ങളൊരു 5'9" അതിൽ മേലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് വണ്ണം കൂടി ഉണ്ടെങ്കിൽ ഫിസിക്കലി ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഷൂട്ട് ആവാൻ ചാൻസ് കുറവാണ്. റോയൽ എൻഫീൽഡിൻ്റെ നിങ്ങൾ 5'9" താഴെയാണ്, നിങ്ങൾ കുറേ യങ്ങാണ്, നിങ്ങൾ കോളേജിലൊക്കെ പോകുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ടൂർ ചെയ്യണം, അല്ലെങ്കിൽ ഒക്കേഷനിൽ ടൂർ ചെയ്യണം, അല്ലെങ്കിൽ വർക്കിന് പോകുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു സാധനമാണ് ഈ ഒരു 100-350 എന്ന് പറയുന്നത്. ഇതൊരു യങ്സ്റ്റർ വണ്ടിയാണ്. ഇതിൻ്റെ മാർക്കറ്റ് ഡെമോഗ്രാഫിക്ക് നോക്കുകയാണെങ്കിൽ ഒരു യങ്സ്റ്റേഴ്സിന് ഒരു 18 to 25 ഓർ ഈവൻ 28 ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർ ടാർഗറ്റ് ചെയ്ത് ഇറക്കേണ്ട ഒരു വണ്ടിയാണ്. ഇത് കൂടാണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് TVSൻ്റെ റോണിൽ നോക്കാം. അത് കുറച്ചൊന്ന് ലോസ് ലങ്ങാണ്, ബട്ട് അതിൻ്റെ ടാങ്കൊക്കെ ഭയങ്കര മാസീവാണ്. അതിന് ഒരു അപ്സൈഡ് ഡൗൺ ഫോർക്ക് വരുന്നുണ്ട് തന്നെ അത് വിഷ്വലി കുറച്ചും കൂടി അപ്പീലിംഗ് ആണ് ചിലവർക്ക്. പിന്നെ അത് വാല്യൂ ഫോർ മണി എന്ന പെർസെൻറ്റേജ് ആകുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടി വാല്യൂ ഫോർ മണിയാണ്. അതിൻ്റെ എഞ്ചിൻ ആണെങ്കിൽ കുറച്ചും കൂടി റിഫൈൻഡ് ആണ്. ഇത് റിഫൈൻഡ് അല്ലെന്നല്ല, കുറച്ചും കൂടി ഒരു സ്മൂത്തറാണ് കമ്പയർഡ് ടു ദിസ് ആസ് എ റോയൽ എൻഫീൽഡ് ക്യാരക്ടർ. റോയൽ എൻഫീൽഡ് ഒരു ടിപ്പിക്കൽ ക്യാരക്ടർ ഇതിനുണ്ട്, റോണിന് അങ്ങനെയല്ല. ഇത് രണ്ടും വേണ്ട, നിങ്ങൾക്ക് പവറാണ് പ്രധാനമെങ്കിൽ നിങ്ങൾക്ക് ട്രയംഫിൻ്റെ സ്പീഡ് T4 എന്നൊരു വണ്ടിയുണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആണ് കമ്പയർഡ് ടു ദീസ് ടു. അത് ചൂസ് ചെയ്യാവുന്നതാണ്. അതാകുമ്പോൾ പവറും കിട്ടും, പെർഫോമൻസും കിട്ടും, ബട്ട് T4 അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് നോക്കാവുന്നതാണ്. അത് മൂന്നാണ് എന്നെ സംബന്ധിച്ചോളം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കോമ്പറ്റീറ്റർ എന്നായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞു തരാം കേട്ടോ നിങ്ങൾക്ക് വേണ്ടി. ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞു LED ഹെഡ്ലൈറ്റാണ് ഇപ്പോൾ വരുന്നത്. ശ്രദ്ധിക്കുക, റെട്രോന് അതായത് ബേസിലെ അതിനിപ്പോഴും ഹാലജനാണ്. ബൾബ് ഇൻഡിക്കേറ്റേഴ്സ് LED ആക്കായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഒരു 41mm ഒരു ടെലസ്കോപ്പ് ഫോർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോഴും മാറ്റില്ല, റീറ്റേൺ ചെയ്തിട്ടില്ല, സെയിം ആണ് ആസ് പ്രീവിയസ്. ഐ തിങ്ക് സ്റ്റിൽ ആ ഒരു മീഡിയം സെറ്റിങ്സിലാണ് ഇപ്പോഴും കിടക്കുന്നത്. പിന്നെ ഒരു മാസീവ് ആയിട്ടുള്ള 300mm ഒരു മാസീവ് ആയിട്ടുള്ള ഡിസ്ക് കാണാം. ഡ്യുവൽ ചാനൽ ABS ആണ്. റെട്രോ ആ ബേസിലെ അതിന് സിംഗിൾ ആയിരിക്കും. പിന്നെ പ്രീവിയസ്ലി ഐ തിങ്ക് ഇവിടെ ബൈബ്രയുടെ ലോഗോ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതെടുത്ത് കളഞ്ഞു. ഇതിൽ ബൈബ്രയുടെ ബ്രേക്സ് ആണ് ഇവിടെ കാണാൻ പറ്റും, ബൈബ്രയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 17 ഇഞ്ചിൻ്റെ അലൈസ് ആണ്, 110 സെക്ഷൻ ടയറാണ്. C8 ടയറായിരുന്നു, അത് മാറിയിട്ട് ഇപ്പോൾ MRFിൻ്റെ ടയർ ആയിട്ടുണ്ട്. MRFിൻ്റെ സാപ്പർ FM എന്നുള്ള ടയറായിട്ട് മാറിയിട്ടുണ്ട്. പ്രീവിയസ്ലി ഐ തിങ്ക് C8ൻ്റെ സൂമോ അങ്ങനത്തെ ടയറായിരുന്നു. പിന്നെ ഇത് ആക്സസറി ആണ് കേട്ടോ, ഇതിൽ സ്റ്റോക്ക് വരുന്നില്ല, ഇത് ആക്സസറി കയറ്റേണ്ടി വരും. പിന്നെ ആ ഒരു എഞ്ചിൻ ആ ഒരു 350cc J series എഞ്ചിനാണ്. ഏകദേശം 20 bhp, 27 ടോർക്ക്. ഇപ്പോൾ ഇത് സ്ലിപ്പർ ക്ലച്ച് 5 സ്പീഡാണ്. നമുക്കിപ്പോൾ സ്ലിപ്പർ ക്ലച്ചിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൂത്തർ പുള്ള് മാത്രമല്ല, നമുക്ക് ഇപ്പോൾ ഒരു ഹാർഡായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നു. നിങ്ങളൊരു 40 അല്ലെങ്കിൽ പെട്ടെന്ന് സെക്കൻഡിലേക്ക് ഇടുമ്പോഴത്തേക്കും റിയർ വീല് ലോക്ക് ആവാണ്ട് ഇത് നോക്കും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. സ്ലിപ്പർ ക്ലച്ചിൻ്റെ ഒരു ഗുണം അതാണ്. സോ നല്ലൊരു സേഫ്റ്റി ഫീച്ചറാണ്, പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, പിന്നെ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഇത് ആക്ച്വലി ക്വൈറ്റ് ഹെവി. ഒരു 181 കിലോ ആണ് ഇതിൻ്റെ ഭാരം വരുന്നത്. കുറച്ച് സീറ്റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ 790 സീറ്റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആ വെയിറ്റ് അധികം നമ്മൾ ഫീൽ ചെയ്യില്ല. ട്രയംഫിൻ്റെ T4 ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏകദേശം ഐ തിങ്ക് ടോട്ടൽ ഇടാം ഞാൻ 3, അതായത് റോണിൻ, T4 ഇതിൻ്റെയും കൂടി വെയിറ്റ് ഇപ്പോൾ സൈഡിലിട്ട് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ എന്നാ പറയുക, സൈഡിലേക്ക് വരുവാണെങ്കിൽ ഒരു ഷോർട്ട് ആൻഡ് സ്റ്റെബി ആയിട്ടുള്ള എക്സോസ് കാണാൻ നല്ല രസമുണ്ടോ. റൈഡർ ഇരിക്കുന്നതിൻ്റെ തൊട്ട് താഴെയാണ് എക്സോസ് വരുന്നത്, ഒരുപാട് പുറത്തേക്ക് തള്ളിയിരിക്കുന്നില്ല. സോ കേട്ടുണ്ട്, എക്സോസ് കൊണ്ടൊക്കെ കേട്ടുപിടിക്കാൻ നല്ല രസമാണ്. സീറ്റ്സ് കുറച്ച് മാറ്റം വരുത്തിയതാണ് അവർ പറയുന്നത്. സീറ്റിൻ്റെ കുഷൻ കൂട്ടിയാണെന്ന് പറയുന്നുണ്ട്. കുഷൻ കൂട്ടിയ പോലെ തോന്നുന്നുണ്ടോ, തൊട്ടിട്ടൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ ഒരു സ്വിങ്ങാവും കാണാം, ഒരു 140 സെക്ഷൻ ടയർ കാണാം. റെട്രോ ആകുമ്പോഴത്തേക്കും 120 ആയിരിക്കും. ഇതിന് ട്യൂബ്ലെസ് ടയറാണ്, മറ്റേ റെട്രോ ആകുമ്പോൾ ട്യൂബ്ഡ് ഐസ് ആയിരിക്കും. റെട്രോന് നമുക്ക് ഡിസ്ക് ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞു. ഇതിനകത്തേക്ക് നമുക്ക് 270mm വളരെ മാസീവ് ആയിട്ടൊരു ഡിസ്ക് വരുന്നുണ്ട്. ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ എനിക്ക് ആകെയൊരു പരാതി വണ്ടിയുടെ ഒരു ബ്രേക്കിംഗ് ആണ്. പ്രീവിയസ്ലി ബ്രേക്കിംഗ് വളരെ മോശമാണ്, വളരെ പ്രോഗ്രസീവ് ആണ്. അത് പറയാനുള്ള റീസൺ അതിൻ്റെ ഒരു കാറ്റഗറി നോക്കുക. ഇതൊരു പ്രോ റൈഡർ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് റൈഡറിനെ ഉദ്ദേശിച്ച് ഇറക്കിയൊരു വണ്ടിയല്ല. സോ ഒരു ബിഗിനറിനെ സംബന്ധിച്ചോളം അവന് പ്രോഗ്രസീവ് ബ്രേക്കിംഗും മതി. ആ ഒരു പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുകയാണെങ്കിൽ യെസ്, ഇതിന് പെർഫെക്റ്റ് ബ്രേക്കിംഗ് ആണ്. പക്ഷേ കുറച്ചൊന്ന് ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ ബ്രേക്കിംഗ് മോശമായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നൈലോ സാപ്പർ C എന്ന് പറഞ്ഞിട്ടുള്ള 140 സെക്ഷൻ ടയറാണ്. നേരത്തെ C8ൻ്റെ സൂമറാണോ അങ്ങനെ എന്തോ ടയറായിരുന്നു, അതും മാറ്റി. പിന്നെ ഇവിടെ ഒന്നും മാറ്റില്ല, എക്സാക്ട് സെയിം ആണ്. ഇവിടെ ഒരു ഫെൻഡർ കാണാം, പിന്നെ ഗ്രാബർ കാണാം. നല്ല എനിക്ക് വലിയ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ട് ഗ്രാബറിൽ വളരെ താന്ന് പിടിക്കുന്ന ഒരു ഫീല് തോന്നിയായിരുന്നു നേരത്തെ. ഓക്കെ, പിന്നെ സാരി ഗാർഡ് കാണാം. താണിരിക്കുന്ന വണ്ടിയാണ് കേട്ടോ. ഞാനിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ താഴേക്ക് നോക്കണം വണ്ടി കാണണമെങ്കിൽ. വളരെ ലോസ് ആയിട്ടുള്ള വണ്ടിയാണ്. ടാങ്കൊക്കെ ഓൾമോസ്റ്റ് ലെവൽ പോലെ തോന്നും. നമുക്കിപ്പോൾ സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, 6 സ്പീഡ് അല്ല, അത് ശ്രദ്ധിക്കുക. ഓ മാൻ, the bike feels really
ലൈറ്റ് താങ്ക്സ് ടു ദി ലോ സീറ്റ് ഹൈറ്റ്. നോക്കി എനിക്ക് പ്ലാന്റഡ് ഫുട്ടാണ്, 790 mm ഉള്ളൂ. സോ ഒരു 5.5 വളരെ മേളിലേക്കുള്ള ആളാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. 5.5 താഴെക്കാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഹാഫ് ഫുട്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഹാൻഡിലാണ് കേട്ടോ ശരിക്കും ആദ്യം ശ്രദ്ധിക്കുന്നത്. എൻ്റെ കൈ ഇരിക്കണ നോക്കി വടി പോലെ ഇരിക്കുന്നത്, കാരണം ഹാൻഡിൽ കുറച്ച് ഇങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കണം. ഹാൻഡിൽ ഓൾമോസ്റ്റ് സ്ട്രൈറ്റ് പോലെയുണ്ട്. പിന്നെ മിറേഴ്സൊക്കെ പ്രീവിയസ് മിറേഴ്സാണ്, നോട്ട് ബാഡ്, നല്ല മിററാണ്. പിന്നെ സ്വിച്ച് ഗിയറൊക്കെ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ ഇൻഫോ ബട്ടൺ വരുന്നുണ്ട്, ടോഗിൾ ചെയ്യാനുള്ള റോട്ടറി, ഹൈ ബീം, ലോ ബീം, പാസ്, ഇൻഡിക്കേറ്റർ, ഹോണ്, ഇവിടെ എഞ്ചിൻ കിൽ സ്വിച്ച്, പിന്നെ നമുക്ക് ഹസാർഡ് എന്നിങ്ങനെ ബട്ടൺസാണ് വരുന്നത്. നമുക്ക് കൺസോൾ ഓൺ ആക്കുകയാണെങ്കിൽ ഇവിടെ ഒരു അനലോഗ് ഡിജിറ്റൽ കൺസോൾ വരുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു മെട്രോ വേരിയൻറ്റിന് ഇപ്പോൾ ട്രിപ്പർ സ്റ്റോക്കാണ് വരുന്നത്. പിന്നെ നിങ്ങൾ ഈ സൈഡിലേക്കൊക്കെ ഒടിഞ്ഞ് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ചാർജർ കാണാം. കുറച്ച് ഹാർഡാണ് കേട്ടോ കാണാനായിട്ട്. എൻ്റെ ദൈവമേ, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നോർമൽ USB ചാർജർ അല്ല, ഇത് ആക്ച്വലി ടൈപ്പ് സി ഫാസ്റ്റ് ചാർജറാണ്. വലിയൊരു കാര്യം തന്നെയാണ് ടൈപ്പ് സി ചാർജറൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ടാങ്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 13 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് വരുന്നുണ്ട്. വിച്ച് ഇസ് റിയലി ഫണ്ണി, കാരണം ആയിരിക്കുന്ന ഗൊറില ഉണ്ടോ, ഗൊറില 450 ആയി 11 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഉള്ളൂ. സോ കമ്പയർഡ് ടു ഗൊറില ഇതിന് കുറച്ചും കൂടി വലിയ ടാങ്കാണ്. ബട്ട് ഫിസിക്കലി നോക്കുവാണെങ്കിൽ അത് കുറച്ചും കൂടി വലിയ വണ്ടിയാണ്. പിന്നെ മൈലേജ് എന്നൊക്കെ പറയുന്നത് ആവറേജ് ഒരു 35-36 മാക്സിമം എനിക്ക് ഞാൻ ഓടിച്ചിട്ട് ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്നാ ലോ എത്ര പോയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 33-31 പോയിട്ടുണ്ട്. ബാഡ് അല്ല കേട്ടോ, അത്യാവശ്യം നല്ല ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. കാരണം നമ്മൾ ഈ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ അത്യാവശ്യം കൈ കൊടുത്ത് ഓടിച്ച് പോകും. നല്ല രസമാണ് ആ ഒരു എക്സോ സൗണ്ടൊക്കെ ഇട്ടിട്ട് ഓടിക്കാനൊക്കെ ആയിട്ട്. സോ നമ്മൾ അറിയാണ്ട് കൈയൊക്കെ കൊടുത്ത് ഓടിച്ചു. സോ അങ്ങനെ കുറയാണ്, അല്ലാണ്ട് ഡീസൻ്റ് ആയിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മൈലേജ് ഇതിന്ന് കിട്ടും. പിന്നെ എന്നാ പറയുക, ഈ ഒരു ലുക്ക് നല്ല രസമുണ്ട്. ആ ഒരു ക്രാഷ് കാർഡ് വന്നപ്പോഴത്തേക്കും വണ്ടി കുറച്ച് വലുതായാലും തോന്നുന്നുണ്ട്. ബട്ട് ഇത്ര വലിപ്പില്ല വണ്ടി ശരിക്കും, കാരണം ഞാൻ കുറച്ച് ഫെമിലിയർ ആണ് 100 സോ ഇത്ര ഒരു വലിപ്പില്ല. ഇത് ആക്സസറി കയറിയേക്കോട്ടെ. ഈ വണ്ടിക്ക് ആകെ കയറിക്കുന്ന ആക്സസറി എന്ന് പറഞ്ഞാൽ ഈ ക്രാഷ് ഗാർഡാണ്. ഞാൻ ജസ്റ്റ് വണ്ടിയുടെ കൺസോൾ കാണിച്ചു തരാവേ. എനിക്ക് ഗായ്സ് കൺസോൾ ഓൺ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു സ്പീഡോമീറ്റർ കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ഫ്യൂവൽ ഗേജ് കാണാം, ടൈം കാണാം, എക്കോ, അതായത് 40-60 ഇടയ്ക്കിട്ട് ഓടിക്കുകയാണെങ്കിൽ എക്കോ ലെവൽ കത്തിക്കും. റൈറ്റ് മോഡല്ല ശ്രദ്ധിക്കുക. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, വളരെ ചെറുതാണ്. ട്രിപ്പ് എഫ് ഉണ്ട്, അതായത് ഇപ്പോൾ റിസർവിലാണ് വണ്ടി കിടക്കുന്നത്, അതുകൊണ്ടാണ് ട്രിപ്പ് എഫ് കാണിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്കിവിടെ കാണാം വാർണിങ്സ് കാണാൻ പറ്റും. വണ്ടിക്ക് ട്രാക്ഷൻ കൺട്രോളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കൊരു ട്രിപ്പർ കാണാം. ഇപ്പോൾ കറൻ്റ് സെറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് ആക്ച്വലി ടേൺ ബൈ ടേൺ ആവിയേഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. ബട്ട് അത് നിങ്ങൾ ഫോണായിട്ട് പെയർ ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള ഫീച്ചറൊക്കെ കിട്ടണമെങ്കിൽ. പിന്നെ നമ്മൾ ഈ ടോഗിൾ ചെയ്യണം, ഏതൊരു ബട്ടൺ ഉപയോഗിച്ച് ടോഗിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓട കാണാം. വെറും 4 കിലോമീറ്റർ. ട്രിപ്പ് എ, ട്രിപ്പ് ബി, ദാറ്റ്സ് ഇറ്റ്. വേറെ ഒന്നും ഇതിനകത്ത് കാണാനില്ല. വളരെ സിമ്പിളായിട്ടുള്ള കൺസോളാണ്. നമുക്ക് ആക്ച്വലി സ്പീഡോ 160 കാണിക്കുമെങ്കിൽ അത്ര ഒന്നും ടോപ്പ് സ്പീഡ് പോവില്ല. ഐ തിങ്ക് കാറ്റടിച്ചില്ലെങ്കിൽ 110-114 മാക്സിമം പോവും. 120 വിറച്ച് പോവും. അതിൻ്റെ അപ്പുറം പൊട്ടിത്തെറിക്കും. ജസ്റ്റ് കിഡിങ്, അത്രയൊന്നും പോവില്ല. കാരണം ഇതിൻ്റെ പർപ്പസ് അതല്ല. ഇതിൻ്റെ റെവ് ലിമിറ്റ് എന്ന് പറയുന്നത് തന്നെ വെറും 7,000-8,000 RPM ആണ്. സോ ഇത് സിസ്റ്റമാണ് ഹൈ റെവിങ് മോട്ടോർ സൈക്കിൾ, ഇത് ലോങ് സ്ട്രോങ് മോട്ടോർ സൈക്കിളാണ്. ഓക്കെ, സോ ഇതാണ് വണ്ടിയുടെ ഒരു കൺസോൾ സിറ്റുവേഷൻ എന്ന് പറയുന്നത്.